അൻവർ എ ഡി ജി പിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ എ ഡി ജി പിയെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കരുക്കളും നീക്കിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എ ഡി ജി പിയെ തള്ളിക്കളയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല. എങ്കിലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. എ ഡി ജി പിക്കെതിരെയുള്ള ആരോപണത്തിൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചയാണ്. മുഖ്യമന്ത്രിയും ഡി ജി പിയും നിർണായകമായ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ പി ശശിയും ഉണ്ടായിരുന്നു എന്നാണ് സൂചന. എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് ചൂടുപിടിക്കുന്നതിനിടെ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകളാണ്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഡി ജി പിയുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തി. അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ജോൺ ബ്രിട്ടാസ് എം പിയും പങ്കെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് വിളിപ്പിച്ചു. RSS നേതാക്കളായ റാം മാധവിനെയും ദത്താത്രേയ ഹൊസബാളെയും അജിത് കുമാർ സന്ദർശിച്ചുവെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. രാം മാധവുമായി എ ഡി ജി പി 2 തവണ കൂടിക്കാഴ്ച നടത്തിയതായാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം വ്യക്തമല്ല. തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാറാണെന്ന് നിലമ്പൂർ MLA PV അൻവർ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതിപക്ഷത്തെ കൂടാതെ മുന്നണിയിൽ നിന്നും സർക്കാരിനെ നേരെ എതിർസ്വരവും ഉയർന്നു കഴിഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറും അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. അജിത് കുമാർ പ്രതിരോധത്തിൽ തന്നെയാവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിത് കുമാറിനെ പുറത്താക്കിയാൽ പിണറായി വിജയന് അത് വലിയ വെല്ലുവിളിയുമാകും. പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് എ ഡി ജി പി അജിത് കുമാർ. അജിത് കുമാറിനെ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വപ്ന സുരേഷും സരിത്തിനെയും ഒക്കെ സഹായിച്ചത് അജിത് കുമാർ ആണെന്നും ഒക്കെ വരുമ്പോൾ തീർച്ചയായും അത് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കിയാൽ ഒരുപക്ഷെ ശിവശങ്കരൻ മിണ്ടാതിരുന്നത് പോലെ മിണ്ടാതിരിക്കില്ല എന്ന സത്യം പിണറായി വിജയനും അറിയാം. അതുകൊണ്ട് തള്ളാനും കൊള്ളാനുമാകാത്ത സ്ഥിതിയിലാണ് പിണറായി വിജയൻ. എ ഡി ജി പിയെ പുറത്താക്കിയാൽ ചിലപ്പോൾ ജയിലിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയെത്തും. എന്നാൽ അൻവർ പറയുന്നത് കേട്ട് എല്ലാവരെയും പുറത്താക്കിയാൽ മന്ത്രിപദം സംരക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യവും ഉറപ്പില്ല. ഏതായാലും ഇപ്പോൾ തൃശങ്കുവിലാകുന്നത് പിണറായി വിജയൻ തന്നെയാണ്.